പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. കർത്താവിന് പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകളായി വീഡിയോകൾ ചെയ്യാൻ അങ്ങനെ സാധിച്ചിട്ടില്ല. നല്ല സുഖമില്ലായിരുന്നു. കാലാവസ്ഥ മാറ്റങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിൻ്റെ അസ്വസ്ഥതകളൊക്കെ നമ്മുടെ നാട്ടിലെല്ലാവർക്കുമൊക്കെ മിക്കവാറും എല്ലാവർക്കും ഉണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളെയും ബാധിച്ചു. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒന്നിനും സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. പനിയും ചുമയും കഫക്കെട്ടും ഒക്കെ വളരെ വലുതായിട്ട് ബാധിച്ചു പോയി. അപ്പം കർത്താവിൻ്റെ കൃപയാൽ അതെല്ലാം സുഖമായി ഏകദേശം വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എനിക്കെല്ലാം ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പല കാര്യങ്ങളുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബൈബിൾ ക്ലാസ് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഒക്കെ തുടരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മനസ്സിലാകുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. അപ്പം അത് ഞാൻ അവിടെ ബൈബിൾ ക്ലാസ്സിന് എടുക്കുന്നതിന് പകരം ഇന്ന് അതിന് ചില പ്രശ്നങ്ങൾ, ക്രിസ്ത്യാനികൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ, അതെല്ലാം പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, പ്രതികരിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിന് സാധിക്കുകയില്ല. എങ്കിലും നമ്മൾ ആകുന്നവരൊക്കെ കൂട്ടമായിട്ട് ഓരോ പള്ളികളുടെയും ഓരോ ഇടവകകളുടെയും ഒക്കെ പേരിൽ പ്രയർ ഹാളുകളിലൊക്കെ ഉള്ളത് അങ്ങനെ നടത്തുന്നവർ, അവരുടെയൊക്കെ അതൊരു നടത്തേണ്ടുന്നതാണ് അവരവരുടെ ആ സ്ഥലത്ത് കൂട്ടായിട്ട് ചേർന്ന് എല്ലാവരുമായിട്ടും അല്ലാതെയും. പക്ഷേ അതിനൊന്നും ആരും മുൻകൈ എടുക്കുന്നില്ല, കാര്യമാക്കാനില്ല എന്നുള്ള രീതിയിലാണ്. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഇതൊക്കെ സംഭവിക്കേണ്ടുന്നതാണ്, സംഭവിക്കും എന്ന് കർത്താവ് പറഞ്ഞു. അതായത് നമ്മൾ കർത്താവിൻ്റെ അന്ത്യസമയത്തിനോട് അവിടുന്ന് പറഞ്ഞു, മരത്തോടെ ഇവർ ഇങ്ങനെ ചെയ്തുവെങ്കിൽ ഉണക്കം മരത്തോടെ എന്താണ് ചെയ്യാൻ ഇരിക്കുന്നത് എന്നാലോചിച്ച് നോക്കുക. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ആണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ചിന്തയിൽ വരണം. ഇന്ന് ക്രിസ്തു മത പീഡനങ്ങൾ ആരംഭകാലം മുതൽ തന്നെ വളരെ തീവ്രമായിട്ട് പാശ്ചാത്യ നാടുകളിലും മധ്യേഷ്യൻ രാജ്യങ്ങളിലും പലസ്തീന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവരൊക്കെ നേരിട്ടു. ഈ ക്രിസ്ത്യൻ സെൻറ്ററുകളായിരുന്നു, കേന്ദ്രങ്ങളായിരുന്നു സിറിയയും ഇറാഖും ഇറാനും പിന്നെ തുർക്കി. ഇതൊക്കെ ആധുനിക സഭയുടെ സഭ ഉണ്ടായപ്പോൾ മുതൽ ഉള്ള വളരെ ശക്തമായ കേന്ദ്രങ്ങളായിരുന്നു. അപ്പം അവിടങ്ങളെല്ലാം വലിയ ആക്രമണങ്ങളൊക്കെ ഉണ്ടായാണ് സഭ അത് മുഴുവനും നമുക്ക് ഇന്ന് ഒരു നഷ്ടപ്പെട്ട അവസ്ഥയാണെങ്കിലും അവിടെ ക്രിസ്ത്യാനികളുണ്ട്, ഉള്ളവർ അവരെ പിടിച്ചു നിൽക്കുന്നു. കാരണം ക്രിസ്തുമതം അതാണ്. ക്രിസ്ത്യാനിക്ക് ഭയമില്ല. ഈ പീഡിപ്പിക്കുന്നവരും ഈ വ്യാജപ്രചരണങ്ങളും നടത്തി ക്രൂരമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, അതിനുവേണ്ടി അവരെ ഇളക്കി വിടുന്നവർ, ഈ ശക്തികൾ, ഇങ്ങനെയുള്ള തിന്മയുടെ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നവർ അറിഞ്ഞിരിക്കണം, ക്രിസ്ത്യാനിക്ക് ഭയം എന്നുള്ള വാക്ക് അവൻ്റെ നിഘണ്ടുവിലില്ല, ബൈബിളിലില്ല. ക്രിസ്ത്യാനിക്ക് ഭയമില്ല. ക്രിസ്ത്യാനിക്കെന്നല്ല, അത് യഥാർത്ഥത്തിൽ ഈശ്വര വിശ്വാസികൾക്ക് ഒരുത്തർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഈശ്വരൻ അഥവാ ദൈവം ആണ് അവനെ നടത്തുന്നത്. അപ്പം പിന്നെ ഭയത്തിൻ്റെ എന്തു ആവശ്യം? ഭയത്തിൻ്റെ സ്ഥാനം പിശാചുക്കൾക്കാണ്. പിശാച് നടത്തുന്നവർക്ക് ഭയക്കണം. അതാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് അതുകൊണ്ടങ്ങനെ പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ നമ്മൾ പ്രതികരിക്കേണ്ടത് ഈ ആധുനിക കാലത്ത് അതിൻ്റെ ആവശ്യമാണ്. നമ്മളിപ്പോൾ നിയമപരമായിട്ട് ചിലരൊക്കെ നേരിടേണ്ടുന്ന കാര്യങ്ങൾ ഒക്കെയാണ് എങ്കിലും അതിന് പോകുന്നില്ല. നമ്മൾ വാളെടുക്കുന്നവരല്ല, ആയുധം എടുക്കുന്നവരല്ല. നമ്മളുടെ ആയുധം ബൈബിൾ തന്നെയാണ്. നമ്മുടെ നാവ് ബൈബിൾ അനുസരിച്ചുള്ള നമ്മുടെ നാവ് തന്നെയാണ്. നാവിൻ്റെ ഫലം
ബൈബിൾ അനുസരിച്ച് തന്നെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഉണ്ടാകേണ്ടുന്നത്. പ്രിയപ്പെട്ടവർ, ഏതാണ്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോഴിപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ കഴിയുന്നതും സർവ്വ മനുഷ്യർക്കും അയച്ചു കൊടുക്കണം. എല്ലാ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനി എന്നില്ലാതെ എല്ലാവർക്കും ഇത് മറ്റുള്ളവർ ഷെയർ അത് ലിങ്ക് ഇട്ടൊക്കെ അവർ കൊടുക്കണം. അത് യൂട്യൂബിലായാലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ അത് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിന് പ്രേരിപ്പിക്കണം. എല്ലാം ചെയ്യണം, അത്യാവശ്യമാണ്. സകല മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ടതാണ്. സമ്പന്നമായ നമ്മുടെ നാട്ടിലെ സർവ്വ പരിഷ്കൃതരായ ജനങ്ങളെല്ലാം, ഞാൻ അങ്ങനെ പരിഷ്കൃതരെന്ന് പറഞ്ഞാൽ അപരിഷ്കൃതരെ പോലെ കിരാതരെ പോലെ പെരുമാറുന്ന ഒരു സംഘം ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എല്ലാവരും അറിഞ്ഞിരിക്കണം, അവർക്കും അയച്ചു കൊടുക്കണം. ഞാൻ 2 പേരുടെ പേര് സന്ദർഭവശാൽ പറയാം, ഇതിനൊക്കെ നേതൃത്വവും കൊടുക്കുന്നവരുടെ. അപ്പോൾ അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു, അത് പറയാം. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുമതത്തിനെതിരെ ഈ അക്രമങ്ങൾ അട്ടഹാസങ്ങളും വടക്കേ ഇന്ത്യയിലാണ് നമുക്ക് ഭാരതത്തിൽ തുടങ്ങിയത്. വടക്കേ ഇന്ത്യയിലെ യോഗി ഭരിക്കുന്ന സംസ്ഥാനം മുതൽ ഇങ്ങോട്ട്, പിന്നെ BJP ഭരിക്കുന്ന RSSൻ്റെ വിശ്വ ഹിന്ദു പരിഷത്ത്, ബജറംഗ് ദൾ, വാനരസേന ഹനുമാൻ സേനകൾ, ഇങ്ങനെയൊക്കെയുള്ള ഓരോരുത്തരൊക്കെ തീവ്ര ഗ്രൂപ്പുകൾ, തീവ്രവാദികളുടെ ഗ്രൂപ്പുകൾ ഉള്ള ശക്തി കാണിക്കുന്നിടത്തൊക്കെ ഉണ്ട് ഒക്കെ തുടങ്ങി. അവിടുന്ന് ഇപ്പോൾ ഇതിപ്പം കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ ക്രിസ്മസോടുകൂടിയൊക്കെ കുറേയൊക്കെ നടന്നു. അപ്പോൾ കരോളിന് പോലും പ്രശ്നങ്ങളുണ്ടാക്കിയവരുണ്ട്. കരോളിനെ അയ്യപ്പ ഭജന സംഘത്തിലുള്ളവർ അവിടെ കയറാതെ മൗനമായിട്ട് കരോൾ സംഘം അവിടുന്ന് പോയപ്പോൾ അവർ വിളിച്ചു വരുത്തി കരോൾ സംഘം അത് പാടിക്കുകയും അവർക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്തതായിട്ടുള്ള വാർത്ത കണ്ടപ്പോൾ ഇവിടുത്തെ ഒരു എന്തുവാ പറയുന്ന അവസരവാദി അല്ല, ഒരു തീവ്രവാദിയാണ്. ഇവർക്കൊക്കെ ചൂട് പകരുന്ന, എനർജി പകരുന്ന, ഉത്തേജനം കൊടുക്കുന്ന കലാപകാരികൾക്ക് ഉത്തേജനം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഉടനെ ഈ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരുന്നു, യൗമാർക്ക് എന്തോത്തിൻ്റെ സോക്കേട, എന്താ കുഴപ്പമുണ്ടായത്, ഇവനൊക്കെ ഒരു ക്രിസ്ത്യാനിയെ ക്രിസ്തുവിൻ്റെ പിറവിയൊന്നും ഇവിടെ ആഘോഷിക്കേണ്ട കാര്യമില്ല, അങ്ങനൊരു സംഭവം ചരിത്രത്തിൽ ഉണ്ടായിട്ടുമില്ല, വ്യാജ കഥകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് അദ്ദേഹം ഇട്ടിരുന്നത്. ഞാൻ പറയാം. അപ്പോൾ അത് ഒക്കെ കണ്ടപ്പോഴേ ഞാൻ ഒന്ന് വിചാരിച്ചു, ഞാനങ്ങനെ എപ്പോഴും നോക്കുന്നതല്ല, ചിലപ്പോഴങ്ങനെ സമയം കിട്ടുമ്പോഴൊന്ന് നോക്കും. അപ്പോഴിങ്ങനെ കാണാം, ഇങ്ങനെ ഒരെണ്ണം കണ്ടു. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം മുതൽ ഇദ്ദേഹത്തിൻ്റെ ഇത് ഓരോ പ്രസ്താവനകളുമൊക്കെ കാണുമ്പോഴേ, ഓരോ ലെറ്ററുകളൊക്കെ ഇങ്ങനെയൊക്കെ ഫേസ്ബുക്കിൽ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അന്നായിരിക്കും ഒരു സ്ലീപ്പിംഗ് സെല്ലാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സ്. ഇദ്ദേഹം ഭീകരവാദത്തിൻ്റെ അനുകൂല സാഹചര്യം വരുമ്പോൾ ഉണർന്നെഴുന്നേൽക്കുന്ന ആ മനുഷ്യനാണ്. പക്ഷേ അന്ന് മറ്റുള്ളവരുടെ മുൻപിൽ നല്ലവനായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യും, പറയുകയൊക്കെ ചെയ്യും. ഇപ്പോഴും ചിലപ്പോൾ വേണ്ടി വന്നാൽ ഉരുണ്ടൊക്കെ കളിക്കും. പക്ഷേ ഈ മനുഷ്യനെ സൂക്ഷിക്കണം എല്ലാവരും. അപ്പോൾ ആണ്ട് ഞാനത് പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ പ്രതികരിക്കാതിരിക്കാനും മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാനും പറ്റത്തില്ല. അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗങ്ങൾ, കൂടുതലും ഹിന്ദു സഹോദരങ്ങൾ, അവരും തെറ്റിദ്ധരിക്കും, ആരും പ്രതികരിക്കുന്നില്ല. ഇവരുടെയൊക്കെ ഈ തോന്നിവാസങ്ങൾ, ഇവരൊക്കെ ഈ വ്യാജ പ്രചരണങ്ങളും വളരെ ശുഷ്കമായ അവരുടെ ജ്ഞാനവും അല്പജ്ഞാനവും ഒക്കെ വെച്ച് ഇവരിങ്ങനെ പടച്ചു വിടുന്ന ഓരോ ഗീർവാണങ്ങളൊക്കെ കേട്ട് ചിലപ്പോൾ അവരും സംശയിക്കും, അതാണ് ശരിയായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവർ മിണ്ടാത്തതെന്ന്. അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഈ ദുഷ്ടമനസ്സുകളെ ഇങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു 10-12 വർഷം മുൻപ്, ഒരു 10 വർഷം മുൻപ്, ഈ 10 വർഷം കൊണ്ടാണ് ഇവിടെ ഇത്രയും അക്രമാസക്തമായത്, ക്രിസ്ത്യാനികൾക്കെതിരെ ദ്രോഹം കൂടുതലായത്. അതിനു മുൻപേ വല്ലപ്പോഴും ഒന്ന് പറഞ്ഞു കേൾക്കുന്ന സംഭവങ്ങൾ വല്ലപ്പോഴും ഒന്ന് ഉണ്ടായിരുന്നു അവിടങ്ങളിൽ. അത് ക്രൂരമായിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഗ്രഹാം സ്റ്റെയിൻസിനെ മക്കളെയും ചുട്ടുകൊന്നത്, പിന്നെ കണ്ഠമാലിലെ ഒറീസയിൽ കന്യാസ്ത്രീകളെ ദ്രോഹിച്ചത്, ഉപദ്രവിച്ചത്, അതുപോലെ
പല ഇത് സിസ്റ്റർ റാണി മരിയയെ കൊന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മഠങ്ങളുമൊക്കെ ആക്രമിച്ച് ഇങ്ങനെയൊക്കെയുള്ള ചിലതൊക്കെ അങ്ങും ഇഞ്ഞും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വ്യാപകമായിട്ടുണ്ടായിട്ടില്ല. പക്ഷേ അന്ന് ഇതിന് നേതൃത്വം കൊടുത്തവരൊക്കെ ഇന്ന് ബൈബിളും കൊണ്ട് നടക്കുക. ഈ ദുഷ്ട മനസ്സുകൾ ഈ മനുഷ്യനും അവർക്ക് അയാൾക്ക് അയാളുടെ സിൽബന്ധികളായിട്ട് നിൽക്കുന്ന അതിൽ കമൻ്റ് ഇടുന്ന അനുകൂലമായിട്ട് കമൻ്റ് ഇടുന്ന ദുഷ്ട മനസ്സുകളൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എന്താ അറിയാത്തത്? ഇതൊക്കെ പച്ച സത്യമല്ലേ ഇതൊക്കെ? ഇപ്പോഴെല്ലാവരും കാണുന്ന അറിയുന്നതും കേൾക്കുന്നതും അല്ലേ? അവരൊക്കെ സുവിശേഷവും കൊണ്ട് നടക്കുക ഇപ്പോഴ്. ഇതിന് ഇങ്ങനെയുള്ള ദ്രോഹപ്രവർത്തികൾ ചെയ്തവർ, അതിന് നേതൃത്വം കൊടുത്തവരൊക്കെ. കാരണം ക്രിസ്തു അങ്ങനെയുള്ളവരെ യേശു വെറുതെ വിടത്തില്ല. ദൈവം വെറുതെ അവരെ വിളിക്കും. അപ്പം ഞങ്ങൾക്കും അതുകൊണ്ട് ഇവരോട് ഒക്കെ വിരോധമല്ല, സ്നേഹമാണ്. കാരണം ക്രിസ്തുവിൽ ഞങ്ങൾക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കേൾവിയായിട്ടിരുന്നത് ഇപ്പം നമുക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം കേരളത്തിൽ അതിന് കുറ്റം പറയുമായിരുന്നു മുഹമ്മദീയരെ. അത് ഇസ്ലാം മത അനുയായികളെയായിരുന്നു കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവർ. ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവർ എല്ലാത്തിനും പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ അവരാണ് ഏറ്റവും തീവ്രമായിട്ട് ക്രിസ്ത്യാനികളെ ദ്രോഹിക്കുന്നത്. അപ്പം ഞാൻ മുൻപും പറഞ്ഞിരുന്നു, അപ്പോൾ ഇതിന് ഇവരുമായിട്ടൊക്കെ ഇങ്ങനെ ചങ്ങാത്തം കൂടുന്ന ക്രിസ്ത്യാനികൾ കത്തോലിക്ക സഭകളിൽ തന്നെ ചിലർ ഉണ്ട്, മെത്രാന്മാരിലായാലും വൈദികരായാലും നമ്മൾ അവർ കൂടെ ഇവരുടെ ഈ ചക്കര വർത്തമാനങ്ങളൊക്കെ കേട്ട് അങ്ങ് അവർ കൂടെ അങ്ങ് ലയിച്ചു പോകും അതിലൊക്കെ. അപ്പം ശരിയാകും എന്നുള്ളത്. പക്ഷേ ഇവർ കാണിക്കുന്നത് ഡബിൾ റോളാണ് എന്നുള്ളത് മനസ്സിലാകണം. നമ്മൾ മണിപ്പൂരിലെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സൂക്ഷ്മ ദൃക്കുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അത്ര സൂക്ഷ്മ ദൃക്കുകളൊന്നും ആണ്ട സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും. അപ്പം ഇവർ ഇങ്ങനെ വന്ന് ഞാൻ എൻ്റെ വീഡിയോകളിൽ ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയുന്നിട്ടുണ്ട്, ഇസ്ലാമിസ്റ്റുകൾ തീവ്രവാദികൾ യുടെ പീഡനം എന്ന് പറയുന്ന വറചട്ടിയിൽ കിടക്കുന്ന പോലെയാണ് കേരളം പലയിടത്തും, അല്ല ഈ ക്രിസ്ത്യാനികൾ പലയിടത്തും. ഇപ്പം ഇന്ത്യയിലുള്ള അങ്ങനെ തന്നെ പലയിടത്തും ചെയ്യുമ്പോൾ അതിന് പറയുന്നത് കൊണ്ട് BJPക്കാർ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊള്ളുമെന്ന്. എനിക്ക് BJPയോടൊന്നും വിരോധമൊന്നുമില്ല. ഞാനും അല്പസമയം വാജ്പേയിയുടെ കാലത്ത് ഞാനും അത് പ്രവർത്തിച്ചിരുന്നു ഡൽഹിയിലൊക്കെ ഉള്ളപ്പോൾ. കാരണം എനിക്കും അത് സന്തോഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യം. കാരണം നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോഴും ഞാൻ ആദരിക്കുന്നു. പക്ഷേ അതുപോലുള്ളൊരു മനുഷ്യൻ BJPയിൽ ഇനി ഉണ്ടായിട്ടുമില്ല, ഇനിയും ഉണ്ടാകത്തതുമില്ല. കാരണം അങ്ങനെ നന്മയുള്ളവരാരും ഇല്ല. കാരണം അദ്ദേഹവും ഡിസംബർ 25 ക്രിസ്തു ജനിച്ചെന്ന് നമ്മൾ ആഘോഷിക്കുന്ന ദിവസങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെയും ജനനം. അപ്പോൾ ആ ഒരു നന്മ ഉണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തിൽ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ഇവിടെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ പീഡനങ്ങളെന്ന് പറയുമ്പോൾ വറചട്ടിയിൽ BJPയെ അനുകൂലിക്കാൻ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വറചട്ടിയിൽ നിന്ന് അടുത്ത് തന്നെ എരിതയിലോട്ടാണ് വീഴുന്നത്. ആ എരിയുന്ന അടുപ്പിലോട്ടായിരിക്കും വീഴുന്നതെന്ന് അന്ന് ഞാൻ പറഞ്ഞു. കേൾക്കാതെ ആരും അവരുമായിട്ട് തോളിൽ കൈയിട്ടുകൊണ്ട് ചങ്ങാത്തം കൂടേണ്ടത് ആവശ്യമില്ല. ചങ്ങാത്തമൊക്കെ ആയിക്കോട്ടെ, പക്ഷേ അങ്ങനെ അനുവദിക്കരുത്. ഇവിടെ കരോൾ സംഘത്തെ കണ്ണൂർ മറ്റോ ആക്രമിച്ചപ്പോഴാണ് എന്തോന്നു, കാസർഗോഡാണോ കണ്ണൂരാണോ ഞാനില്ല, അതിൻ്റെ വാർത്ത ഞാനെപ്പോഴൊക്കെ കാണുന്നുണ്ടായിരുന്നു, സുഖമില്ലെങ്കിലും. അപ്പോൾ ആക്രമിച്ചപ്പോൾ അവിടുത്തെ BJP നേതാവ് പറഞ്ഞ എന്തുവാന്നോ, ജില്ലാ നേതാവ്, അവരും കുട്ടികളായിരുന്നു, കൗമാരക്കാരും യുവാക്കളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് മദ്യപിച്ചിട്ട്, യുവാക്കളല്ല കൗമാരക്കാരിയല്ലേ, 15, 16 വയസ്സ് അതിന് താഴെയുള്ളവരും മദ്യപിച്ചിട്ട് വന്നതുകൊണ്ടാണ് ആക്രമിച്ചതെന്ന്. ആരാ മദ്യപിക്കുന്നതിന് താഴെയുള്ളവർ? അപ്പോൾ അവസരത്തിനൊത്തെ ഒരുമാതിരി കള്ളം കൊണ്ട് നടക്കുകയാണ്. നമ്മൾ വീണു പോകരുത്, അത് ഗൗരവത്തിൽ തന്നെ എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അദ്ദേഹം പറഞ്ഞ എന്തുവാ, മാധ്യമങ്ങൾ അങ്ങ് പെരുപ്പിച്ച് കാണിക്കുകയാണ്, ഇങ്ങനെ ഒന്നും ഇവിടെ അങ്ങ് നടക്കുന്നില്ല, ഈ ഭാരതത്തിൽ നടക്കുന്നില്ല, വടക്കേ ഇന്ത്യയിൽ നടക്കുന്നില്ല, കേരളത്തിലും ഇല്ലെന്ന്. അപ്പോൾ ഈ മനുഷ്യരെയൊക്കെ നമ്മുടെ നാട്ടിൽ കയറ്റാൻ പറ്റത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത്രയ്ക്ക് ക്രൂരതയാണ് കാണിക്കുന്നത്. ആ കന്യാസ്ത്രീകളെ ദുർഗ് സ്റ്റേഷനിൽ വെച്ച് ആക്രമിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവിടെ എന്തിനാ പോയി ഹല്ലേലൂയ പറഞ്ഞത്? അങ്ങനെയൊന്നും കൂടുതലൊന്നും നടന്നിട്ടില്ല, ഹല്ലേലൂയ പറഞ്ഞത് കൊണ്ടാണ്. എന്താ
ഒഴില്ലേ? PC ജോർജും BC ജോർജിൻ്റെ മകനും അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ തന്നെ ആളുകൾ ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽ പോയി അവരും ചെന്നായ്ക്കളുടെ ആ സംസ്കാരത്തിൽ ചെന്നായി പോലെ ആയി ആട്ടും തോലിട്ടും കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല. നമ്മളത് മനസ്സിലാക്കണം. ഇവരെ ഒന്നും ശ്രവിക്കരുത്, ഇവർക്ക് സ്വീകരണം കൊടുക്കരുത്. ഇവരെ നമ്മുടെ താമസ സ്ഥലം, നമ്മുടെ സ്ഥലങ്ങളിൽ നമ്മൾ സ്വീകരിക്കരുത്. അവർക്ക് അവരുടെ കാര്യം. അൽഫോൺസ് കണ്ണന്താനം ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇപ്പോഴും പറഞ്ഞു PC ജോർജും ഒക്കെ പറഞ്ഞു ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, ചുമ്മാതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഞാനത് മാധ്യമങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഇവരെയൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ഇനിയിപ്പോൾ ഇലക്ഷനുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇനിയും എരിതിയിലോട്ടാണ് വീഴുന്നത്. വറചട്ടിയിലായിരുന്നു ഇസ്ലാമിസ്റ്റുകളുടെ, അവിടുന്ന് എരിതിയിലോട്ട്, അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഇവരുടെ സഹായത്തോടെ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇത് 10 വർഷം മുൻപ് അപ്പോൾ ചോദിക്കും, ഈ 10 വർഷം കൊണ്ട് ഒരുത്തൻ ചോദിക്കുന്ന കണ്ടു, ഈ 10 വർഷം കൊണ്ടാണോ ഇതൊക്കെ ഉണ്ടായതെന്ന്. അതിനു മുമ്പ് ഇല്ലയോ ഒന്ന്? അതിനു മുമ്പൊന്നും അങ്ങനെയൊന്നുമില്ല, അധികമൊന്നുമില്ല. ഈ തീവ്രവാദം എന്ന് എവിടെ ഉണ്ടായോ അന്ന് മുതലാണ്. ഈ 10 വർഷമാണ് അത് കൂടുതലായത്. 1-2 സ്ഥലത്ത് മറ്റേ ഒതുങ്ങി നിന്നതാണ്. അപ്പോൾ യോഗി എന്ന് വന്നത് 10 വർഷത്തിന് അതിനു മുൻപായിരുന്നു. അതുപോലെ ഛത്തീസ്ഗഡിലും ഇതുമൊക്കെ ഈ മനുഷ്യനോട്. അപ്പോൾ ഞാൻ ഇവർക്ക് ഇങ്ങനെയുള്ള അഴിഞ്ഞാടുന്നതിന് ക്രിസ്ത്യാനികളെ ഇവിടെ നേരെ അക്രമാസക്തമായിട്ട് അഴിഞ്ഞാടുന്നതിന് ഹീനപ്രവർത്തികളും ഒക്കെ ചെയ്യുന്നതിനും ഇതിനൊക്കെ ചെയ്ത് ഇങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ, ഇതിന് വേണ്ടുന്ന ഉത്തേജനം കൊടുക്കാൻ പരിശ്രമിക്കുന്നവർ നമ്മുടെ മലയാളികളിലുണ്ട്. ഹിന്ദുത്വവാദികളായ ശ്രീ ഗോപിനാഥൻ നായർ എന്നും പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ വരുന്നത് അദ്ദേഹം പതിവായിട്ട് എഴുതുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ ഇതാണ്, ഞാൻ അദ്ദേഹത്തെയാണ് ആദ്യ സമയം മുതൽ പറഞ്ഞത്. ഈ മനുഷ്യന് നിങ്ങൾ അയച്ചു കൊടുക്കണം, ഇതെല്ലാം അയാൾ കാണണം, കേൾക്കണം. ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഞങ്ങൾക്കാർക്കും മരിക്കാനൊന്നുമുള്ള ഒരു ചാഞ്ചാട്ടം ഒന്നുമില്ല. ക്രിസ്തുവിൻ്റെ പേരിൽ, യേശുവിൻ്റെ പേരിൽ മരിക്കണോ? മരിക്കും, വിശ്വാസത്തിൻ്റെ പേരിൽ മരിക്കാൻ. കാരണം മരണത്തെ ജയിച്ചവനാണ് യേശു, ഈ ക്രിസ്തു. അപ്പോൾ അത് ഞങ്ങളും അതിനോട് ചേർന്ന് കഴിഞ്ഞു, യേശുവിനോടുകൂടി ഐക്യപ്പെട്ട് കഴിഞ്ഞു ആ ഇതിൽ, അങ്ങനെ ഈ സഭയിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് മരിക്കാൻ ആ ഭയമില്ലായ്മ ഞങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും പിടിച്ച് ഞങ്ങളെ ഈ ഒരു തരം വേലകളൊന്നും ഇറക്കി ഇവിടെ കളിപ്പിക്കാൻ ഗോപിനാഥൻ നായരെ നിങ്ങളുടെ കൂട്ടാളികളും ശ്രമിക്കേണ്ട. ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് പറഞ്ഞു. അത് ഞാൻ അതിൻ്റെ കാര്യങ്ങളാണ് ഞാനിപ്പം കൂടുതലും പറയുന്നത്. ഇയാൾ നിങ്ങളുടെ അല്പജ്ഞാനമാണ് അപ്പോൾ വെളിപ്പെടുന്നത്. സാധാരണമായ ഒരു ബോധമില്ല, ഒരു ചെറിയ ഒരു ഞാൻ എവിടുന്നൊക്കെയോ കിട്ടിയത് അതും വെച്ചും കൊണ്ട് ആരാണ്ടേ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ക്രിസ്തീയ വിവാഹങ്ങൾ ചില ആരാണ്ടേ കൂട്ടുപിടിച്ചും കൊണ്ടാണ് ഇദ്ദേഹം ചെയ്യുന്നതെന്ന് എനിക്ക് അത് മനസ്സിലായി. ഇദ്ദേഹത്തിൻ്റെ ആ ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്ത വീഡിയോകളൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ അവരൊക്കെ അത് ബൈബിളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അവർ ഇടുന്നത്. ചരിത്രമുണ്ട്, ക്രിസ്തീയ സഭയ്ക്ക് ഒരു ചരിത്രമുണ്ട്, വെറും സംസ്കാരമെന്നുള്ളതല്ല. ആ ചരിത്രമുണ്ട്. ആ ചരിത്രമെന്ന് പറയുന്നത് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ചരിത്രമാണ്. പ്രത്യേകിച്ച് തട്ടിക്കൂട്ടിയതൊന്നുമല്ല. ഇയാൾ പറഞ്ഞ് തട്ടിക്കൂട്ടിയതാണെന്ന് ക്രിസ്തു ജനനമൊക്കെ. അപ്പം ഈ മനുഷ്യനെ അത് മനസ്സിലാക്കണം. താങ്കളുടെ അല്പത്വം അവിടെ വെളിവാകുകയാണ് ചെയ്യുന്നത്, പ്രകടമാകുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആകുമ്പോഴും. അപ്പോൾ നിങ്ങളുടെ ഈ വിഷലിപ്തമായ ഈ പ്രസ്താവനകൾ ഇത് ഒന്നുകിൽ പിൻവലിക്കണം, അല്ലെങ്കിൽ ഇനി തുടരരുത്. മറ്റ് ഹിന്ദു സഹോദരങ്ങൾ, നമ്മൾ മുൻപ് കാലത്ത് ഒരു 10-15 വർഷം മുൻപ് വരെയും നമ്മൾ എല്ലാവരും ഒന്നിച്ച്, ഒരു മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാവരും കൂടെ ഒരുമിച്ച് ഏകോദര ഭാവേന കഴിഞ്ഞിരുന്നതാണ് നമ്മുടെ നാട് കേരളം. ഇന്ത്യയിലും ഇന്ത്യ മഹാരാജ്യത്തും പലയിടത്തും അങ്ങനെയാണ്. ഞാൻ പലയിടത്തും പോയിട്ട് താമസിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിരുന്നതാണ്. അപ്പോൾ അതില്ലാതാക്കാനാണ് ഇവിടെ, ആ ബഹുസ്വര ലയത ഇല്ലാതാക്കാനാണ് സനാതനധർമ്മം എന്നും പറഞ്ഞുകൊണ്ട് അത് വ്യാപിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇയാൾ സനാതനധർമ്മമല്ല, അധർമ്മമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് നിങ്ങളുടെ സംസ്കാരം കാണിക്കുന്നു. ഭാരത സംസ്കാരമല്ല അത് മനസ്സിലാക്കണം. പിശാചിൻ്റെ സംസ്കാരം, ദുഷ്ട ശക്തികളുടെ
സംസ്കാരമാണ്, ആ ദുഷ്ട അരൂപികളുടെ സംസ്കാരമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിസ്റ്റുകളെ നിങ്ങൾക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അവരെക്കാളും കടുത്ത ഭീകരതയാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികൾ നോക്കുമ്പോൾ ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഇസ്ലാമിക ഭീകരതയും ഹിന്ദുത്വവാദികളുടെ ഭീകരതയും. ഇതിന് ഒരു ശാസ്ത്രീയമായ ഒരു അടിത്തറ ബോധവും ഇല്ല, മതപരമായിട്ടുള്ള ഒരു അടിത്തറയും ഇല്ല ഇതിന്. നിങ്ങൾ ഈ പറയുന്ന ഹിന്ദുമതം ഉണ്ടായിട്ട് എത്ര നാളുകളായി, എത്ര വർഷങ്ങളായി? നൂറ്റാണ്ടുകളൊന്നും ഒരുപാടൊന്നും ആയിട്ടില്ല. സ്വാമി വിവേകാനന്ദജി പരിശ്രമിച്ചതാണ് വിദേശ രാജ്യങ്ങളെ, യൂറോപ്പും അമേരിക്കയൊക്കെ ചുറ്റി സഞ്ചരിച്ച മഠങ്ങളും ആശ്രമങ്ങളും ഒക്കെ സഞ്ചരിച്ച് കണ്ട് കേട്ട് ഇട്ട് ഇവിടെയും ഹിന്ദുമതത്തെ ഇതുപോലെ നമുക്ക് ഒരു ഹിന്ദുമതത്തിനൊരു നവോത്ഥാനം ഉണ്ടാകണം, പരിഷ്കരിക്കണം, അതുപോലെ ആകണം എന്ന്, അതിനൊരു മൂല്യമുണ്ടാകണമെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല, അദ്ദേഹം വിചാരിച്ചതുപോലെ. നിങ്ങളിപ്പം അതൊന്നും മിണ്ടത്തില്ല. കാരണം നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ പലപ്പോഴും എൻ്റെ പല വീഡിയോകളിൽ ഞാൻ ഇതിനെ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വിവേകാനന്ദ സാഹിത്യ സർവസ്വം പേജ് നമ്പർ 19, 18, 19 ആണെന്ന് തോന്നുന്നു. ഞാനൊരു 50 വർഷം മുൻപ് വായിച്ചത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 50 വർഷം മുൻപാണ് ഞാനത് വായിച്ചതും. അപ്പോൾ അന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു യേശുദേവനെന്നല്ല, യേശു എന്ന ദൈവപുത്രനെ ദൈവമായിട്ട് തന്നെ കണ്ട് നമ്മൾ ആദരിക്കുകയല്ല, ദേവൻ എന്നുള്ള രീതി നമ്മൾ ആരാധിക്കുകയാണ് വേണ്ടത് എന്നാണ് സ്വാമിജി പറഞ്ഞത്. എന്താ നിങ്ങൾക്ക് അതൊന്നും ദഹിക്കുന്നില്ലയോ? എന്താ സ്വാമിജിയെ നിങ്ങൾ തള്ളി പറയുകയാണ് വിവേകാനന്ദജിയെ? അപ്പോൾ അതുപോലെ പറഞ്ഞവർ ഒരുപാട് പേരുണ്ട്. അവർ ക്രിസ്ത്യാനികളെ, അവർ ബൈബിളിനെ ആദരിച്ചവർ ഒരുപാട്. നിങ്ങൾ പറയുന്നവർ പലരും നിങ്ങൾ പറയും അവരൊക്കെ ഹിന്ദുത്വക്കാരെന്ന്. ഹിന്ദു മതമൊന്നും അന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും രൂപപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കണം. അപ്പം ഇവിടെ നിങ്ങളിപ്പം ചെയ്യുന്നത് നമ്മളെ ഭാരതത്തിൻ്റെ ഭരണഘടന അതിനെ നോക്കാം. മതേതര ഭരണഘടനയാണ്. ലോകം മുഴുവനും എല്ലാ രാജ്യങ്ങളും ആദരിക്കുന്നു. സ്വേച്ഛാധിപതികളുടെ രാജ്യങ്ങൾ പോലും, അവർ പോലും, സ്വേച്ഛാധിപതികൾ പോലും ആദരിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. അതുപോലും ഇവർ തള്ളിക്കളയുന്ന കൂട്ടർ. അപ്പം പിന്നെ നിങ്ങൾക്ക് എന്തോ മൂല്യമുണ്ട്, എന്തോ അതിൽ ഒരു നന്മയുണ്ട്. നന്മയുടെ ഒരംശം പോലും നിങ്ങളിൽ ഇല്ലെന്ന് നിങ്ങളത് പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കുള്ളത് ആ പണ്ടത്തെ കാലത്തെ കിരാത സംസ്കാരം, കിരാത പ്രവർത്തകരാണ്. ആ ഇരുട്ടിൽ തന്നെ കഴിയണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. മിഷണറിമാർ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഗോപിനാഥൻ നായരെ നിങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്യുമായിരുന്നു? താങ്കൾ ഇന്ന് സംസാരിക്കുന്നതും ഇന്ന് വസ്ത്രം ധരിക്കുന്ന ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഈ മിഷണറിമാർ മൂലമാണ്. നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയത് മിഷണറിമാരുടെ പ്രവർത്തനം കൊണ്ടാണ്. കാരണം അതുവരെ നിങ്ങൾക്കൊന്നും പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു, പാഠശാലകളിൽ പോകാൻ കഴിയത്തില്ലായിരുന്നു, വിദ്യാലയങ്ങളിൽ. ക്രൈസ്തവ മിഷണറിമാർ ആരംഭിച്ചപ്പോഴാണ് അവിടെ നിങ്ങളുടെ ആരുടെയും കാതിൽ ഈയം ഉരുക്കി ഒഴിക്കത്തില്ലായിരുന്നു. നിങ്ങൾ വിജ്ഞാനം നേടുമെന്ന് കണ്ടാൽ ശൂദ്രരുടെ ഈ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കാനാണ് മനുസ്മൃതിയിൽ നിങ്ങളെ സനാതന ധർമ്മത്തിൽ പറയുന്നത്. അപ്പോൾ അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ചെയ്യാത്തത് അന്നത്തെ ആ ശക്തികൾ കാരണം മിഷണറിമാരുടെ പ്രവർത്തനം കൊണ്ട് അവിടെ പഠിച്ചു, എല്ലാവരെയും ഒന്നിച്ചിരുത്തി പഠിപ്പിച്ചു. അതുപോലും മറന്നു പോകുന്നു. എല്ലാ നന്മകളും സ്വീകരിച്ചിട്ട് അവസാനം കാറി തുപ്പുകയും അവരെ പിച്ചി ചീന്തുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ഉള്ള മനസ്സാണ് നിങ്ങളുടേത്. അതാണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ബൈബിള് പഠിച്ച് നിങ്ങൾ ശരിയായിട്ട് നിങ്ങളുടെ മതം ആദ്യം പഠിക്കുക, ബൈബിൾ പഠിക്കുന്നത് പിന്നീട്. നിങ്ങളുടെ മതത്തെപ്പറ്റി പഠിച്ചാൽ ലോകത്തിലെ ഏത് മതമായാലും ആ പഠിച്ചാൽ അവസാനം ചെന്നെത്തുന്നത് അത് ബൈബിളിലായിരിക്കും. അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും എല്ലാം അതിനകത്താണ് തീരുന്നത്, അതിനകത്താണ് എല്ലാം അവസാനിക്കുന്നത്, കാണുന്നത്. അത് ബൈബിളിലായിരിക്കും. ഇതെല്ലാം മനസ്സിലാക്കിയ ഉന്നതരായവരെ ഉണ്ട്. എനിക്കെല്ലാം കൂടെ പറഞ്ഞാൽ നമുക്ക് സമയമില്ല, നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ടെല്ലാം തീർക്കണമെന്നാണ്. അപ്പോൾ ഹിന്ദുമതത്തിലെ തന്നെ ആദരണീയരായ പലരും ഉണ്ട്. ഈശ്വർചന്ദ്ര വിദ്യാസാഗറെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഏതാണ് ബൈബിള് അദ്ദേഹം എപ്പോഴും വായിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം കഠിനമായിട്ട് അങ്ങനെ ഈശ്വരനെ ധ്യാനിച്ച് നടന്ന ആളൊന്നുമല്ല. എന്നാലും
ബൈബിൾ അദ്ദേഹം വായിച്ചിട്ടുള്ള അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ ഉണ്ട്. സ്വാമി വിവേകാനന്ദജിയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ആദ്യത്തെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ ആദരിക്കുന്നു. അദ്ദേഹവും ബൈബിളും കൊണ്ട് നടക്കുന്ന മനുഷ്യനായിരുന്നു. ദിവസവും ബൈബിൾ വായിക്കുമായിരുന്നു. അതുപോലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡൻറ്റ്, ഭരണഘടനാ കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹം ആയിരുന്നു. അപ്പോൾ അദ്ദേഹവും ബൈബിൾ വായിക്കാതെ ഒരു ദിവസം പോലും അദ്ദേഹം ഉറങ്ങത്തില്ലായിരുന്നു. ഇതൊക്കെ ചരിത്ര സംഭവമാണോ? ഇതെല്ലാം തെളിവുണ്ട്, ചുമ്മാതെ പറയുന്നതല്ല. അതുപോലെ രവീന്ദ്രനാഥ ടാഗോർ എന്താ നിസ്സാരനായ മനുഷ്യനാണോ നിങ്ങൾക്ക്? ഇതൊക്കെ ബൈബിളിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് അദ്ദേഹം അവരൊക്കെ ഓരോ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എത്രയോ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ തന്നെ എത്ര പേരെ പറയണം? ഞാൻ പറഞ്ഞു തരാം. അതിനുള്ള സമയം കുറവ് കൊണ്ട് ഞാൻ കൂടുതലോട്ട് നീങ്ങുന്നില്ല. അങ്ങനെ എത്രയോ പേര് കേരളത്തിൽ തന്നെ ഉന്നതരായിട്ടുള്ള സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന പലരും ഉണ്ട്. അറിയപ്പെടുന്ന പലരും ഇന്ന് ബൈബിളിൽ അവസാനം ബൈബിൾ തന്നെ പ്രഘോഷിച്ചുകൊണ്ട് നടക്കുന്നവരായിരുന്നു. ഇതെല്ലാം അറിഞ്ഞപ്പോഴും നിങ്ങളൊക്കെ ഈ മതപരിവർത്തനം നിങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, മതപരിവർത്തനം നടത്തുന്നത് കൊണ്ടാണ് ഞങ്ങൾ ക്രിസ്ത്യാനികളെ ദേഷിക്കുന്നതെന്ന്. ആരാണ് മതപരിവർത്തനം നടത്തിയത്? താങ്കളെ മതപരിവർത്തനത്തിന് ആരെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെ പഠിച്ചത്? ക്രിസ്തീയ ഇവിടെ ഒരിക്കൽ പറയുന്നത് 90% ക്രിസ്തീയ സ്ഥാപനങ്ങളിലാണ് പഠിച്ചിട്ടുള്ളത്. സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളത് ധാരാളം, ഇപ്പോഴും ജോലി ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും ആരെങ്കിലും മതം മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? ക്രിസ്തീയ സഭയിൽ ഒരിക്കലും അത് പറ്റത്തില്ല. കാരണം ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ ശരിക്കും ക്രിസ്തു മതത്തെ പറ്റി പഠിക്കണം. പഠിക്കാതെ ആരും അവനെ സ്വീകരിക്കത്തില്ല. പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടുന്ന കത്തോലിക്ക സഭയിൽ ഒരിക്കലും അത് സാധ്യമല്ല. അപ്പോൾ പിന്നെ ആരാ മതപരിവർത്തനം നടത്തുന്നത്? നിങ്ങൾ തന്നെയാണ്. മതമില്ലാതിരുന്ന ആദിവാസികളെയും ദളിതരെയൊക്കെ വടക്കേ ഇന്ത്യയിലുമൊക്കെ കഴിഞ്ഞിരുന്നവർക്ക് ഈശ്വരനെ പറ്റി ബോധമുണ്ടാക്കി കൊടുത്ത മിഷണറിമാരാണ്. അവർക്ക് ഈശ്വരനെ പറ്റി ബോധമുണ്ടായപ്പോൾ അവർ ക്രിസ്തുമതം സ്വീകരിക്കുന്നു. അതിന് നിങ്ങൾക്കെന്താ ഇത്ര കുഴപ്പം? മതമില്ലാതിരുന്നവരെയാണ്, മതത്തിൽ നിന്നവരെ ആരും പരിവർത്തനം ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളാണ് കമ്പൾസറി ആയിട്ട് നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നത്. അവരെ മതമില്ലാത്തവരെ നിങ്ങളെന്തിനാണ് നിങ്ങളുടെ ഈ വേറെ മതത്തിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ മതത്തിലോട്ട് ചേർക്കണമെന്ന് പറഞ്ഞു വരുന്നത്? നിങ്ങൾ കാറിത്തുപ്പി ദൂരെ നിർത്തിയിരുന്നവരാണ് അവരൊക്കെ. നിങ്ങളുടെ സുഖഭോഗത്തിന് മാത്രം ഉപയോഗിച്ചിരുന്നതാണ് അവരൊക്കെ. നിങ്ങൾ അങ്ങനെയുള്ള മനുഷ്യരെ അവരെ മനുഷ്യരാക്കി മാറ്റാൻ, മനുഷ്യ ജീവികളായിരുന്നവരോ അല്ലെ മനുഷ്യരെന്നായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. ആ ജീവികളെ മനുഷ്യരാക്കി മാറ്റി എടുത്തത് ക്രൈസ്തവ മിഷണറിമാരാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ക്രിസ്തീയ സഭകളുടെ വൈദികരും സുവിശേഷകരും കന്യാസ്ത്രീകളും ഒക്കെ ചെയ്യുന്നത്. ആ കർമ്മമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ദഹിക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇനി അവരുടെ മുൻപ് നടക്കത്തില്ല എന്ന് കണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെ അവരുടെ നേരെ മതമുണ്ടെന്ന് പറയുന്നത്, നിങ്ങളുടെ മതത്തിലാണെന്ന് പറയുന്നത്? ഇവരൊക്കെ അങ്ങനെയൊന്നും ആയിട്ടില്ല. നിങ്ങളൊക്കെ വരണമെങ്കിൽ അതൊക്കെ ഇനിയും ഒരിക്കലും നടക്കത്തില്ല. കാരണം നിങ്ങൾ ദുഷ്ട രീതിയിലോട്ട് നീങ്ങാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, നീങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി അവിടെ പരിഷ്കരണം ഇതൊന്നും നടക്കത്തില്ല. നിങ്ങളുടെ മതത്തെപ്പറ്റി ആദ്യം പഠിച്ചിട്ട് എവിടാണ് ഇതിൻ്റെ ഉത്തരവെന്ന് നോക്കുക. നിങ്ങൾ ക്രിസ്തു കുരിശിൽ മരിച്ചതിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ എന്തെല്ലാം കൊള്ളതാഴിക പറഞ്ഞു. ഇത് ക്രിസ്തു യേശു കുരിശിൽ മരിച്ചതെന്ന് പറഞ്ഞാൽ കുരിശ് എന്തോതിൻ്റെയാണെന്ന്? അത് യേശു കുരിശിൽ മരിക്കുന്ന നിങ്ങളുടെ ഉപനിഷത്തുകളിലുണ്ട്, വേദത്തിൽ ഉപനിഷത്തുകളിലുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കേ. പ്രജാപതി എന്നുള്ള ഭാഗങ്ങളൊക്കെ പ്രജാപതി എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വിസ്തരിക്കാനുള്ള സമയക്കുറവുകൊണ്ടാണ് വിസ്തരിക്കാത്തത്. അതൊക്കെ താങ്കൾ ഒന്ന് പഠിക്കണം. താങ്കളെപ്പോലുള്ളവരും ഒക്കെ ഒന്ന് പഠിക്കുക. താങ്കൾ അതിനുവേണ്ടി സമയം ചിലവാക്കും. അല്ലാതെ കോതയ്ക്ക് വായിൽ വരുന്നത് പാട്ട് എന്നുള്ള രീതിയിൽ ഗീർവാണം അടിക്കരുത്. എവിടുന്നെങ്കിലും എന്തെങ്കിലും കേട്ടുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും സഭാവിരോധികളോ വല്ലതുമൊക്കെ പറഞ്ഞു തരുന്നതും കേട്ടും കൊണ്ട് എവിടെയെങ്കിലും ഒരു ബൈബിൾ വാക്യത്തിൻ്റെ ശകലം കേട്ടും കൊണ്ട് നിങ്ങൾ അങ്ങ് ക്രിസ്ത്യാനികൾക്ക് നേരെ ഉറഞ്ഞു തുള്ളരുത്. അപ്പോൾ നിങ്ങളുടെ പറഞ്ഞ ചില കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അരമണിക്കൂറാകുന്നു. എനിക്ക് അരമണിക്കൂറിൽ കൂടുതൽ ചെയ്താൽ, കാരണം ഇതൊക്കെ കേൾക്കണ്ടേ ആളുകൾക്ക്.
അതുകൊണ്ട് അവർക്ക് കൂടുതൽ എല്ലാവർക്കും അത് വിഷമമാകുമെന്ന് കണ്ടാണ് മുൻപൊക്കെ ഞാൻ 1 മണിക്കൂറായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അരമണിക്കൂർ നിർത്തുവാണ്. ഞാൻ നിങ്ങളെ ഈ കഴിഞ്ഞ 2 നിങ്ങളുടെ വീഡിയോകളിൽ നിങ്ങൾ ഓരോ ആക്ഷേപം പറയുന്ന ക്രൈസ്തവരെ പറ്റി, ക്രൈസ്തവ സഭകളെ, ബൈബിളിനെ പറ്റി അതിൻ്റെ ഓരോന്നിൻ്റെയും വിശദീകരണം ഞാൻ തരാം. ഇപ്പോൾ പൊതുവിൽ പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് ഞാൻ പറയുന്നില്ല. അത് ഞങ്ങൾ കാര്യമാക്കുന്നില്ല, എന്നാലും തള്ളിക്കളയുന്നില്ല. കാരണം കർത്താവാക്കാൻ ഞങ്ങളെ യേശു പഠിപ്പിച്ചത് അങ്ങനെ. ആരെയും ലോകത്തിൽ ഒരു മനുഷ്യനും, ഒരു വിഡ്ഢിയായ മനുഷ്യനെ തള്ളിക്കളയാൻ പാടില്ല, അവനെ വിഡ്ഢിയെന്നും പറയാൻ പാടില്ലെന്നാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയും പറയാം. ആമീൻ. കർത്താവ് എല്ലാവരെയും തന്നെ, ഈ വീഡിയോ കാണുന്നവരെയും കേൾക്കുന്നവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിലെ പാത്രങ്ങളായിരിക്കുന്നവരെയും ഈ ഗോപിനാഥൻ നായരും ഒക്കെ അതേപോലുള്ള ഈ എക്സ്ട്രീമിസ്റ്റുകളൊക്കെ ഇന്ന് സുവിശേഷം പിന്നീട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. അത് നടന്നിട്ടേ ഉള്ളൂ. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. അതിന് അവരെയൊക്കെ പ്രാപ്തരാക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ ഹിന്ദു സഹോദരങ്ങളെ, ഇതുപോലുള്ളവരുടെ വ്യാജ പ്രചരണങ്ങളിലൊന്നും വീഴാതെ നിങ്ങളും പഴയ ബഹുസ്വരാലയത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് കഴിയേണ്ടതാണ്. ആ സ്നേഹബന്ധം നമുക്കെല്ലാവർക്കും ഇനിയും സമൃദ്ധമായിട്ടുണ്ടാകണം. പുതുവർഷത്തിൽ നല്ല ഒരു ബന്ധം ഇനി നമ്മുടെ ഭാരതത്തിൽ മുഴുവനും ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെങ്കിലും ഉണ്ടാകണം. അവിടുന്ന് തുടങ്ങട്ടെ, മറ്റൊരിടത്തോട്ട് പോകാം. ആമീൻ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.